അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിരയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, dental trauma care, dental fixing, crown fixing, dentures, dental implants, dental venous, tooth whitening എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ചുള്ളിക്കൽ സെന്റ് സിസിലിയൻ ആർട്സ് ക്ലബിന്റെ വാർഷികാഘോഷങ്ങൾ മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചുള്ളിക്കൽ സെന്റ് സിസിലിയൻ ആർട്സ് ക്ലബിന്റെ 70ാം വാർഷികാഘോഷം നടന്നു. ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിലിരുന്ന മേയർമാരിൽ സഹൃദയനായ ഒരു മേയറാണ് ഞാൻ, അതൊക്കെ വിട്ടുപോയി. അതുകൊണ്ടാണ് ഈ 29ാം തീയതി ഒരു സാംസ്കാരിക സംഘടന പരിപാടിക്ക് അതല്ലേ പറയുന്നത്. ഈ 29ാം തീയതി കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന 2ാമത്തെ ദേശീയ നൃത്തോത്സവം നടക്കാൻ പോവുകയാണ്. ബാവ് എന്നാണ് അതിന്റെ പേര്. ഒരു കാര്യം മനസ്സിലായി, എറണാകുളക്കാര് കൊച്ചിക്കാരെ മാത്രമല്ല അവഗണിക്കുന്നത്, കൊച്ചിക്കാരെ എറണാകുളക്കാരെ അവഗണിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ തവണ ആദ്യത്തെ നൃത്തത്തിന്റെ ചുവട് വെച്ചത് ശോഭനയാണ്, കാരണം ആശാശരത്താണ്. പക്ഷെ അവരൊന്നുമല്ല നർത്തകർ. ആ 2ാം ദിവസം മുതൽ വരുന്നവരാണ് ദേശീയ പ്രാധാന്യമുള്ള നർത്തകികൾ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ശ്രീ സോഹന വന്നിരിക്കുന്നത് പോലെ ശ്രീ സുനിൽ പി ഉൾപ്പെടെ ഒരുപാട് പേര് 2ാമത്തെ 3ാമത്തെ ദിവസത്തിൽ നൃത്തം കാണാൻ വേണ്ടി മാത്രം അവിടെ വന്നിരിക്കുമായിരുന്നു. ഞങ്ങളിപ്പോ അടുത്ത വർഷം മുതൽ ഒരു ലിറ്ററി ഫെസ്റ്റ് ആരംഭിക്കുകയാണ്. സാൻ മാസ്റ്റർ പേര്, ഇവിടെ മാസ്റ്റർ പേര് പരാമർശിച്ചത് ഒരു മ്യൂസിക്കൽ ഫെസ്റ്റ് കൂടി പറ്റിയാൽ തുടങ്ങണം. പ്രസിഡന്റ് അഗസ്റ്റസ് സിറിൽ അധ്യക്ഷത വഹിച്ചു. ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുള്ള വളരെയധികം നല്ല നടന്മാരെ സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമാണ് പശ്ചിമകൊച്ചി. അതിൻ്റെ പേരിലാണ് ഈ പശ്ചിമകൊച്ചിയിൽ വളരെയധികം നാടക സമിതികൾ ഉണ്ടാവുകയും അതെല്ലാം പ്രവർത്തിച്ചത്. പക്ഷേ കാലമാറ്റം, അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒത്തുകൊടുക്കൽ ഗതിവേദിയിൽ അത് മാറി കുറേയധികം മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇന്നും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ഈ ക്ലബിലെ എല്ലാ അംഗങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മാത്രം ഇന്നും അതിനെ അതിജീവിച്ച് ഇന്നും സംഗീതത്തിനും കലയ്ക്കും വേണ്ടി, വിദ്യാഭ്യാസത്തിനും വേണ്ടി ഈ ഒരു പ്രസ്ഥാനം. CJ രാജൻ സ്വാഗതം ആശംസിച്ചു. കൗൺസിലർ ബാസ്റ്റിൻ ബാബു, കൊച്ചിൻ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് KG ലോറൻസ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ഫ്രാൻസിസ് കോതകത്തിനെയും കലാപ്രതിഭകളായ ജെറി അമൽദേവ്, ഡയാന സിൽവസ്റ്റർ, പ്രബല സുതപ്പൻ, നെൽസൺ ഡ്യൂറോം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ അവാർഡുകളും മികച്ച വിജയം കരസ്ഥമാക്കിയ ക്ലബ് അംഗങ്ങളായ മക്കൾക്ക് ക്യാഷ് അവാർഡുകളും നൽകി. ജനറൽ സെക്രട്ടറി ലിൻസൺ PA നന്ദി പറഞ്ഞു. കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി. പ്രസിഡന്റ് അഗസ്റ്റസ് സിറിൽ, ജനറൽ സെക്രട്ടറി ലിൻസൺ PB, ഖജാൻജി ജസ്റ്റിൻ PG എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ചുള്ളിക്കൽ ബത്ലഹേം ദേവാലയത്തിന്റെ വൈദികനായ അക്കൊച്ചന് ഒരു ആഗ്രഹം വന്നു, ഒരു പുതിയ കലാസമിതിക്ക് ഈ പള്ളിമുറ്റത്ത് വെച്ച് തുടക്കം കുറിക്കുക എന്ന്. അതിന്റെ പരിണിത ഫലമാണ് സെയിന്റ് സിസിലിയൻ ആർട്സ് ക്ലബ്ബ് എന്ന ഈ കൊച്ചു പ്രസ്ഥാനം ആരംഭിച്ചത്. സംഗീതത്തിന്റെ ദേവതയായ ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.